പകിട്ടാർന്ന പൂക്കളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കാൻ ചെറിയ ചെറിയ കുസൃതികളും ഒട്ടേറെ വിശേഷങ്ങളുമൊക്കെയായി ആർപ്പുവിളികളോടെ ലണ്ടൻ മലയാളം റേഡിയോയും നിങ്ങൾക്കൊപ്പം ചേരുകയാണ്. This program is sponsored by സ്വയം പ്രോപ്പർട്ടീസ്, ഈസ്റ്റ് ഹാം, ലണ്ടൻ. മാവേലി നാടുവാണിടും കാലം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. കള്ളവും ചതിയുമില്ലാത്ത കാലം, പൊയ്വചനങ്ങളില്ലാത്ത കാലം, നന്മയും സന്തോഷവും നിറഞ്ഞ മനോഹരമായ പൂക്കാലം, നമ്മുടെ മഹാബലി തമ്പുരാൻ നാട് ഭരിച്ച ആ കാലം, നന്മ നിറഞ്ഞ ആ മാവേലി തമ്പുരാന്റെയും ആ നല്ല കാലത്തിന്റെയും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ ഒരു നല്ല പൂക്കാലം അല്ലെങ്കിൽ ഒരു ഉത്സവ കാലമാണ് ഓണമെന്ന് പറയുന്നത്. ഓണസദ്യയും പൂക്കളവും ഒരുക്കി ആശംസയോടൊപ്പം മനസ്സ് നിറയെ ആരവും ആർപ്പുവിളികളോടും കൂടി ഒരു ഓണക്കാലം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? സ്നേഹത്തോടെ 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട് ആശംസന്റെ ഇന്നത്തെ ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്താണെന്ന് അറിയില്ല, ആശംസയിലിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജി, വല്ലാത്തൊരു സന്തോഷം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ്. മേ ബി ഞാനിവിടെ കാണുന്ന എല്ലാവർക്കും ആ ഒരു എനർജി ഉള്ളതുകൊണ്ടിട്ടായിരിക്കും. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും ആകെ ഒരു തിരക്ക്, ആകെ ഒരു ഉത്സാഹം, ആകെ ഒരു ആരവമാണ് ഇവിടെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലുക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ ആണ് ഓണം സ്പെഷ്യൽ ആയിട്ട്. എന്തായാലും ഇത്തവണത്തെ ഓണം എല്ലാവരും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്നു എന്ന് കണ്ടറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, ആ പോകുന്നതാരാ? നല്ല കണ്ടു പരിചയമുള്ള ഫേസ് ആണല്ലോ. അത് നമ്മുടെ RJ ശ്രീ അല്ലേ? ഹേയ് ശ്രീ, വിട്ടുപിടിച്ചോ മോളെ, എനിക്ക് സമയമില്ല. ഞാൻ കുറച്ച് പൂ അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ്. പൂ അന്വേഷിച്ചുള്ള ഓട്ടോ? എന്താ മനസ്സിലായില്ല, എങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ. ഒരു രക്ഷയില്ല, ഒരുപാട് ക്ലബ്ബുകൾ പൂക്കള മത്സരമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ 3-4 കടയിൽ കയറി. ചെന്ന കടയിലൊക്കെ പൂ തീർന്നു. ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് കുറച്ച് പൂ സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. പൂവൊക്കെ നമുക്ക് സംഘടിപ്പിക്കാന്നേ. ഞാനിവിടെ ആശംസയിലിരുന്ന് എല്ലാമാരുടെ ലിസണേഴ്സിനൊപ്പം ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു. ശ്രീ ഒരു 10 മിനിറ്റ് ഞങ്ങളോട് കൂടിയിട്ട് പോന്നേ. ഒരു രക്ഷയില്ല, അവിടെ പൂക്കള മത്സരം തുടങ്ങാറായി. അവരൊക്കെ എന്നെ പൂ നോക്കി കൊണ്ട് കാത്തിരിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നല്ലൊരു ഓണായിട്ട് മിക്കവാറും എന്നെ പഞ്ഞിക്കിടും. പഞ്ഞിക്കിടത്തൊന്നുമില്ല, ഇങ്ങ് വാ ശ്രീ, കുറച്ചു നേരല്ലേ നമ്മളുടെ എല്ലാമാരുടെ ലിസണേഴ്സിനൊപ്പം നമുക്ക് ഈ ഓണം ആഘോഷിക്കാന്നേ. അത് വേണോ? അത് വേണം. ശ്രീ ഇങ്ങ് വന്നേ. ശ്രീ, ഞാൻ മമ്മിയൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. മമ്മിയുടെ ഒക്കെ കുട്ടിക്കാലത്ത് അവരവരുടെ തൊടിയിലുള്ള പൂക്കൾ കൊണ്ടിട്ടാണ് പൂക്കൾ ഇട്ടിരുന്നത്. പിന്നെ ശ്രീ എന്തിനാ ഇപ്പൊ കടയിലേക്ക് പൂ വാങ്ങിക്കാൻ വേണ്ടി ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. ആഷു പറഞ്ഞത് വളരെ ശരിയാ. കാരണം പണ്ട് നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂവ് തൊടിയെന്നൊക്കെ കിട്ടുമായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ചുറ്റും നിറച്ച് മറ്റു വീടുകളെ കാണാനുള്ളൂ. അത് ശരിയാ ശ്രീ. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പണി കിട്ടിയത്. ഈ കട കയറി പൂ അന്വേഷിക്കണം, ഈ ആൾക്കാരുടെ ഇടി കിട്ടണം, കൂട്ടുകാരുടെ ഇടി കിട്ടണം. എന്നെ കൊണ്ട് വയ്യ. എന്തായാലും പണ്ട് കാലത്ത് പൂക്കളം ഇട്ടിരുന്ന അന്നത്തെ ആ ആഘോഷത്തിന്റെ ഓർമ്മകള് അയവർക്കൊണ്ട് നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ ശ്രീ? തീർച്ചയായിട്ടും. നമ്മളുടെ എല്ലാമാരുടെ ലിസണേഴ്സിന് വേണ്ടി ഒരു ഓണ സ്പെഷ്യൽ സോങ് ദേ വരുന്നു. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ീ
കവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി ഒരാവണി കാറ്റേ അന്നൂഞ്ഞാലാടിയില്ലേ അലസം പാടിയില്ലേ ആഞ്ഞി പൂഞ്ചെപ്പിലൊളിക്കുമൊരാവണി കാറ്റേ അന്നൂഞ്ഞാലാടിയില്ലേ അലസം പാടിയില്ലേ മിന്നി മിനുങ്ങണ നക്ഷത്രങ്ങൾ കിങ്കു കൊടുത്തിലേ പൊന്നാര്യൻ കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് ആസ്വദിക്കൂ ഓരോ നിമിഷവും ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശംഷൻ എവരിവൺ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അപ്പൊ പൂ വാങ്ങാൻ പോയ ശ്രീയെയും ഞാനിവിടെ ആശംസയിൽ പിടിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ഓണം അങ്ങ് ആഘോഷിച്ചേക്കാം. അപ്പൊ ശ്രീ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അത്തം പത്തിന് തിരുവോണം എന്ന്. ഈ അത്തം പത്തിന് തിരുവോണം എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് 10 ദിവസവും പൂക്കളം ഇടും. പിന്നെ വേറെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതല്ലാതെ? ശരിക്കും ആശ ഇതെങ്ങനെയാ ആശ പൂക്കളിടുന്നത് എങ്ങനെയാ? പൂക്കളം ഇടുന്നത് എങ്ങനെയാ? ഗൂഗിളിൽ നോക്കിയിട്ട് നല്ലൊരു ഡിസൈൻ അങ്ങ് ഉണ്ടാക്കും. പിന്നെ കുറച്ച് പൂവൊക്കെ അങ്ങ് വാങ്ങിക്കും. അതിന് പൂവിട്ടില്ലെങ്കിൽ ചില സമയത്തൊക്കെ ഞങ്ങള് ഉപ്പൊക്കെ എടുത്ത് കളറൊക്കെ ഇട്ട് പൂവാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ശ്രീ? ഉപ്പിന് കളർ കൊടുത്തിട്ട് പൂവിന് പകരം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ, വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ നോക്കിയിട്ട് ഇങ്ങനെ വരച്ചിട്ട് പൂക്കളിടും. അങ്ങനല്ലേ അല്ലെങ്കിൽ സാധാരണ എല്ലാരും പൂക്കളിടുന്നേ? പണ്ടൊക്കെ നമ്മള് പൂക്കളം, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, പൂ പറിച്ചുകൊണ്ടൊന്നും ഇടാറ്. പക്ഷെ ഇപ്പൊ പൂക്കളം മാറിയിട്ട് അത് അടുക്കളക്കളം മാറിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ആശു പറഞ്ഞ പോലെ ഉപ്പിടും, ചിലവര് മഞ്ഞപ്പൊടി ഇടും, മുളക് പൊടി ഇടും, അങ്ങനെയായി മാറിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ? പൂവില്ലെങ്കിൽ അങ്ങനെ ഇട്ടല്ലേ പറ്റുള്ളൂ. ഓണാകുമ്പോ പൂക്കളം ഇടാതിരിക്കാൻ പറ്റുമോ? പൂക്കളം ഇട്ടേ പറ്റുള്ളൂ, കാരണം ഓണല്ലേ. പക്ഷെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ പൂ ഇടുന്ന കാര്യത്തെ പറ്റി. ഈ നമ്മൾ പൂ ഇടുമ്പോ എല്ലാരും പറയും നമ്മൾ ചുമ്മാ കുറെ ഡിസൈൻ ഇട്ടിട്ട് പൂവിടും. ഇപ്പൊ അങ്ങനെയൊക്കെയാ. പക്ഷെ ശരിയാ. പക്ഷെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളിടുമ്പോ ഇപ്പം അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം. അപ്പൊ നമ്മൾ ശരിക്കും തുടങ്ങുന്നത് എങ്ങനെയാന്നിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തത്തിന്റെ അന്ന് നമ്മൾ ഒരു വരി ഇടും, അത്തം ചിത്തിരയാകുമ്പോൾ 2 വരി ഇടും, ഒരു വരി പൂ ഇടും. നമ്മള് അതായത് തുളസിക്കതിനും തുമ്പയൊക്കെ വെച്ച് ഒരു വരി ഇടും. വെറുതെ ഇങ്ങനെ ഒരു വട്ടം, അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ട് നമ്മളൊരു തറ പോലെ ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് ചാണകം കൊണ്ട് നമ്മൾ മെഴുകും അതിന്റെ മുകളിൽ. അങ്ങനെ എന്നിട്ടാണ് നമ്മൾ ആ ഓണപ്പൂക്കളത്തിനുള്ള സംഭവം ഉണ്ടാക്കുന്നത്. ശ്രീ, ഒരുപാട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇക്കാലത്തൊക്കെ ചാണകം വാങ്ങിച്ച് മെഴുകാതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മണ്ണിന്റെ ഒരു തട്ട് അത് ഫൈൻ. എന്നിട്ട് പറയും. എന്നിട്ട് എന്താണോ ഞാൻ പറയുന്നത്, എന്റെ പഴയ കാര്യാട്ടാ. എന്നിട്ട് ചാണകമൊക്കെ മെഴുകിയിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം ഈ തുളസിക്കതിനും തുമ്പപ്പൂവൊക്കെ വയ്ക്കും. എന്നിട്ട് 2ാമത്തെ ദിവസം നമ്മൾ ഒരു വരി ഇങ്ങോട്ട് ഇടും. 3ാം ദിവസം ആകുമ്പോൾ 3 വരിയാവും. അങ്ങനെ വന്ന് നമ്മൾ തിരുവോണത്തിന്റെ അന്നാവുമ്പോ 10 വരി പൂക്കളം ഉണ്ടാവും. അപ്പൊ
അപ്പൊ ഈ വരി എന്ന് പറയുമ്പോ നിങ്ങൾ പണ്ട് ഡിസൈൻസ് ഒന്നും ഇടുവായിരുന്നില്ലേ? വട്ടത്തില് അങ്ങനെ ഇടുവോ? അതാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെ നമ്മളിങ്ങനെ 10 വരി പൂവുണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡേ, കാരണം എനിക്കത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, അങ്ങനെ വരുന്ന സംഭവത്തിനകത്ത് നമ്മൾ ചിലപ്പോൾ കാല് വരയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് പൂരാടത്തിന്റെ നാള് വരുന്ന സമയത്ത് കാല് വരയ്ക്കും. ഈ ചവിട്ടി താഴ്ത്തുന്നതിന്റെ സിംബലൈസ് ചെയ്യുന്നതാണോ? ദൈവമേ, അങ്ങനെയൊന്നും ചോദിച്ചു കൊളാക്കല്ലേ. അല്ല, ആക്ച്വലി കാലെന്ന് പറയുമ്പോ ചിലപ്പോ മഹാബലി തമ്പുരാനെ ചവിട്ടി താഴ്ത്തിയല്ലോ വാമനൻ, ഇല്ലേ? ഇത് അതൊക്കെ സംഭവം ശരി, പക്ഷെ എനിക്ക് അതൊന്നും ചരിത്രമൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇതിന്റെ പിറകിലുണ്ട് എന്താണേലും. ഓക്കെ, അതെന്തായാലും ഒരു ന്യൂ ഇൻഫർമേഷൻ ആണ് എവ്രിവൺ. ഐ തിങ്ക് നിങ്ങൾക്കും അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോ പൂക്കൾ ഇടുമ്പോ ഇത്തവണ വെറൈറ്റി ആയിട്ടെന്ന് പറയാൻ, വെറൈറ്റി അല്ല ആക്ച്വലി, ട്രഡീഷണൽ ആയിട്ട് ഓണപ്പൂക്കളം ഇടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോ നിങ്ങൾ പൂക്കളത്തിന് പുറത്തായിട്ട് ഈ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തായിട്ട് അപ്പൊ ഫുട് പ്രിന്റും കൂടെ ചെയ്തോളാം. സോ ഇറ്റ് ഈസ് ഗോണ ബി എ ട്രഡീഷണൽ പൂക്കളം ഫോർ യു. സോ എന്തായാലും സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. കൂടുതൽ ഓണവിശേഷങ്ങളും ഓണവാർത്തകളും ആഘോഷങ്ങളുമായിട്ട് ആഷൻ ശ്രീയും ആശംസകൾ തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഗൈസ്. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ ഈ ഓണക്കാലം വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ഇടത്തോടിൻ കൈവഴി പുലകാരെ തുടിച്ചു കുടിച്ചു കളിച്ചു ചിരിച്ചു രസിച്ചു നീങ്ങുന്നേ കാവാലം ചുണ്ടനിതാ മതപ്പാടിൻ ലക്ഷണമായി തെളിനീരിൽ ഇടഞ്ഞു പിടഞ്ഞു പകച്ചു മരിച്ചു കുതിച്ചു പായുന്നേ നീ നാടാകെ തിരുവോണം പൂതൂകുന്നേ മലയാളം പൊന്തേരി മാവേലി തമ്പ്രാനും വന്നേ വന്നല്ലോ പൊന്നോണം കുന്നല നാട്ടിൽ പൂക്കാലം പൊട്ടും തൊട്ടേറുമ്പി നീ വായോ ചിറകാട്ടിക്കൊണ്ടേ നീ വായോ
മാറ്റം കണ്ടേ നീ വായോ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിന് അയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. This program is sponsored by Soyam Properties, East Ham, London. അതെ ആശ, ഒരു കാര്യം പറയാൻ കേട്ടോ. ഞാൻ പറയുന്ന കാര്യം വേറെ, നീ എന്നിട്ട് തിരിച്ചു പറയുന്നത് വേറെ. അതെന്താ ശ്രീ അങ്ങനെ പറഞ്ഞേ? ഞാനിപ്പോ എന്താ തിരിച്ചു പറഞ്ഞേ? ഇല്ല, ഞാനിപ്പോ പറഞ്ഞല്ലോ മറ്റേ പൂക്കളം ഇട്ടിട്ട് മറ്റേ ഫുട് പ്രിന്റിന്റെ കാര്യം. നീ അപ്പോൾ പറഞ്ഞു മറ്റേ പൂക്കളം ഒരു സൈഡിൽ ഇട്ടിട്ട് പിന്നെ ഫുട് പ്രിന്റ് അപ്പർ സൈഡിലാണ്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ ആൾ കേൾക്കുന്നവരൊക്കെ എന്നെ മിക്കവാറും തരുവരും. ഞാൻ പോവാണേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എങ്ങനെ ഫുട് പ്രിന്റ് ഓണപ്പൂക്കളത്തിന്റെ ഇടക്കൊണ്ടിടാൻ പറ്റുമോ? ഇടയ്ക്കല്ല, ഞാൻ പറഞ്ഞ സംഭവം പൂരാടത്തിന്റെ ആ നാള് വന്ന സമയത്ത് നമ്മളൊരു ഫുട് പ്രിന്റ്, അതായത് ഒരു കാലിന്റെ അടയാളം എങ്ങനെ വരയ്ക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല ശ്രീ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ഓണപ്പൂക്കളം ഇട്ടിട്ട് അതിന്റെ പുറത്തല്ലേ ഫുട് പ്രിന്റ് വരയ്ക്കുന്നേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, ഇവിടെ പൂക്കളം ഇട്ടിട്ടില്ലേ. ശ്രീ, അതെന്തോ ഒരു ആരവം കേൾക്കുന്നേ? ശരിയാണല്ലോ, ഒരു ആരവം കേൾക്കുന്നുണ്ടല്ലോ. നമുക്കത് പോയി നോക്കിയാലോ? ആരെങ്കിലും തല്ലാൻ വരുന്നതാണോ? അല്ലായിരിക്കും. ഓണായിട്ട് ആരെങ്കിലും തല്ലം വരുമോ? അത് സമാധാനത്തിന്റെ കാലല്ലേ? അല്ല, ആഷ് ജംഗ്ഷൻ ആയിരുന്നു ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഡീസന്റ് ആയിട്ടുള്ള നല്ല നല്ല ആളുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങള് മഹാബലി തമ്പുരാന്റെ പിന്മുറക്കാരാണ്, മനസ്സിലായോ? ശരി ശരി ശരി, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ? തീർച്ചയായിട്ടും നമുക്ക് പോയി. ഓക്കേ ശ്രീ, അതാരും തല്ലാൻ വരുന്നൊന്നല്ല, വടംവലി നടക്കുന്നതാ, കണ്ടില്ലേ? അത് വടംവലി ആയിരുന്നോ? അല്ല, വടംവലി. ഈ ഓണത്തിന് തല്ലുള്ള ഇത് മാത്രമേ മനസ്സിലുള്ളൂ അല്ലേ? തല്ലുകൊണ്ട് നല്ല പരിചയം ഉണ്ട് തോന്നുന്നു. അല്ല, ഈ വടംവലിക്ക് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഈ പുറകോട്ട് പോയി ജയിക്കുന്ന ഒരു മത്സരം ഞാൻ വടംവലി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ശരിയല്ലോ ശ്രീ എന്തൊക്കെ പറഞ്ഞാല് വടംവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വടംവലി കാണുമ്പോ അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എനർജി, ഒരു ടീം സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ ശ്രീ? ശരിയാ, തീർച്ചയായിട്ടും. ഒരു സിനിമയുണ്ട് നമ്മുടെ മണിച്ചേട്ടൻ അഭിനയിച്ച ചാക്കോ രണ്ടാമെന്ന് പറഞ്ഞ സിനിമ. അതിനകത്ത് ഇങ്ങനെ മണിച്ചേട്ടന്റെ വടംവലിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. ഓ, സിനിമ കഫേക്കാരൻ സിനിമ ഇട്ടിട്ടില്ല, ഇത് ആഷ് ജംഗ്ഷൻ ആട്ടോ. അയ്യോ സോറി ട്ടാ. എന്തായാലും വടംവലിനെ പറ്റി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ശ്രീക്ക്? എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിച്ചിട്ട്, പണ്ട് ക്ലബിലൊക്കെ മത്സരം, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ മത്സരം നടക്കുന്നത്, അതുപോലെ പണ്ട് നമ്മൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെ കൂട്ടാറുള്ളൂ. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ടീമുകൾ, അതായത് ശക്തിമാന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു ആളില്ലാതെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിരിക്കും. ഇങ്ങനെ ചുമ്മാ നമ്പർ തയ്ക്കാനല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നമ്മളും വലിക്കാറുണ്ടേ. എന്നാ എല്ലാരും ഒത്തുപിടിച്ചേന്നേ, നമുക്ക് ഈ വടംവലി ഒന്നങ്ങ് ആഘോഷാക്കിയാലോ? അതെ, ഓണത്തിന് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ആഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താന്ന് ചോദിക്കുമ്പോ, പൂക്കളിടണ കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തിരുവോണത്തിന്റെ അന്ന് പുടവ കിട്ടുമല്ലോ, ഓണക്കോടി. അതന്നെ എന്റെ മണ്ടി, അത് തിരുവോണത്തിന്റെ അന്നല്ല. ഓണക്കോടി കൊടുക്കുന്നത് എന്നാന്നറിയാമോ? ഓണത്തിന്റെ പുടവ കൊടുക്കുന്നത് ഉത്രാട ഓണം, അതായത് 1-ാം ഓണം. ഈ 2-ാം ഓണം എന്ന് പറയുന്നതാണ് തിരുവോണം. അപ്പൊ നമ്മള് ഉത്രാട ഓണത്തിന്റെ അന്നാണ് ഓണപ്പുടവ കൊടുക്കുന്നത്. ഓക്കേ, ഓണത്തിന് ജാതി മതമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഓണപ്പുടവ കൊടുക്കുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ഓണത്തിന്റെ അന്ന്. അതെടുത്തിട്ട് രാവിലെ പള്ളിയിൽ പോകും. അപ്പൊ ഓണത്തിന്റെ അന്ന് കിട്ടുന്ന പുടവയാണോ നമ്മൾ പിറ്റേ ദിവസം കൊടുക്കുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞത് ഓണത്തിന് മുമ്പാണ് ഈ ഉത്രാട ഓണം. ഓ അങ്ങനെ, ഓക്കെ ഫൈൻ, എനിക്ക് മനസ്സിലായി. അപ്പൊ അതാണ് സംഭവം. ഇനി ഓണപ്പുടവയ്ക്ക് വല്ല കഥയുണ്ടോ? ഓണപ്പുടവയ്ക്ക് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, നമ്മൾ എവിടെ നിന്ന് എടുത്താലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓണപ്പുടവ പോട്ടെ. ഈ ഓണത്തല്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, സൗണ്ട് ഇട്ടപ്പോ തല്ല് കിട്ടാൻ പോവാ, ഓടിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ആ തല്ലല്ലേ ഈ തല്ല്? ശരിക്കും ഈ ഓണത്തല്ലെന്താന്നറിയാവോ? ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റേ ഓണ ദിവസം കിട്ടുന്ന തല്ലിനെയല്ല ഓണത്തല്ല് എന്ന് വിളിക്കാന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടാണ്. മനസ്സിലായി, ഗപ്പ് ഇടുന്ന ആ ആയിട്ടല്ല. എനിക്ക് തോന്നുന്നത് ഈ കലത്തില് വെള്ളം ഒഴിച്ചിട്ട് ഈ കളറൊക്കെ ഇട്ടിട്ട് ഒരു ചരടിൽ ഇങ്ങനെ കെട്ടി, അതായത് ഒരു റോപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് പൊക്കാ താഴ്ത്ത. അപ്പൊ ഒരാളെ കോലുകൊണ്ട് ഇങ്ങനെ തല്ലി അത് ഉടയ്ക്കണം. അതിനി കൊലവടി എന്നാണോ പറയുന്നതെന്ന് പറയില്ല. സോറി, അത് കൊലവടി അല്ല, കലമടി എന്നാണ് പറയുന്നത്. അതന്നെ, ഞാനത് തന്നെ ഉദ്ദേശിച്ച, കലവടി. ഓക്കെ, ഈ കലവടി തന്നെയാണോ ഓണത്തല്ലെന്ന് അറിയില്ല. ഇനി ഓണത്തിന് വേറെ തല്ലും ഉണ്ടോന്ന് അറിയില്ല. അതിനെപ്പറ്റി എന്തായാലും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ശ്രീക്ക് എന്തായാലും ഐഡിയ ഉണ്ടോ? അതെ, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ജാതി ബ്ലണ്ടറൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ, മിക്കവാറും ഇവിടെ വന്ന് ഓണത്തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. ആ തല്ല് ഒഴിവാക്കാൻ പെട്ടെന്നൊരു പാട്ടായാലോ?
അതൊരു നല്ല ഐഡിയ ആയിരിക്കും. എന്തായാലും ലിസണേഴ്സ്, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കടക്കണ്ണിൽ മഷി മിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. സംഗീതം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് MG ഓൺലൈൻ ട്യൂഷൻ. MG ഓൺലൈൻ ട്യൂഷൻ ഇംഗ്ലണ്ടിലെ മലയാളികളുടെ കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് മലയാളം പഠിക്കുവാൻ MG ഓൺലൈൻ ട്യൂഷൻ അവസരമൊരുക്കുന്നു. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ഓൺലൈൻ ട്യൂഷൻ വഴി മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ് എന്നീ വിഷയങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയൽസും വർക്ക് ബുക്കും എത്തിച്ചു കൊടുക്കുന്നു. വിശദ വിവരങ്ങൾക്ക് MG ഓൺലൈൻ ട്യൂഷൻ 14 വിൻഡ്രം ക്ലോസ്, ഹോഷം, വെസ്റ്റ് സസെക്സ്, UK. ഫോൺ 00441403242771. മൊബൈൽ 00447479955584. MG ഓൺലൈൻ ട്യൂഷൻ. MG ഓൺലൈൻ ട്യൂഷൻ. അപ്പോ നമ്മൾ ഓണസദ്യനെ പറ്റി പറഞ്ഞു. ഓണസദ്യയില് അവസാനം വരുന്നതും എന്നാൽ സദ്യയില് പ്രഥമനായിട്ടുള്ള ഒരു വിശിഷ്ട സംഭവമാണ് ഈ പായസം എന്ന് പറയുന്നത്. ഇല്ലേ ശ്രീയെ? തീർച്ചയായിട്ടും. ഈ പായസം എത്ര ടൈപ്പ് പായസം അല്ലേ ഓണത്തിന് വിളമ്പുന്നേ? അത് ഒരുപാട് ടൈപ്പ് പായസം ഉണ്ട്. കാരണം ഓണക്ക് അരിപ്രഥമൻ, ഗോതമ്പ് പായസം, പാലട, ഇങ്ങനെയൊക്കെ. എന്റെ ഏറ്റവും ഫേവറേറ്റ് പായസം അടപ്രഥമൻ. പ്രഥമനിൽ നമ്പർ 1 ആണ് അടപ്രഥമൻ. തീർച്ചയായിട്ടും അതില് ഒരു ഡൗട്ട് ഇല്ല. എന്താ ഒരു ക്രീമി, ആ കളറ് കാണുമ്പോ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ്, ആ ഒരു മണം വരുമ്പോ തന്നെ വായില് നിങ്ങൾക്കിപ്പോ വെള്ളം വരില്ലേ? ചുമ്മാ ഇരുന്ന് കൊതിപ്പിക്കുവാണോ? അല്ല, ഇപ്പൊ കൊതിക്കാൻ അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പായസം ഉണ്ടാക്കാന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു അല്ലെ. നമ്മൾക്ക് ഇവിടെ കിട്ടാനുണ്ടായിരുന്നില്ല, പാടായിരുന്നു. പക്ഷേ
ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കുന്ന എഫേർട്ട് ഒന്നും ആരും എടുക്കാറില്ല, വാങ്ങിക്കാൻ കിട്ടുന്നുള്ളതാ അല്ലേ. ഇവൻ ഫ്ലോറൽ കാർപ്പറ്റ് വരെ കിട്ടുന്നുണ്ട്. അങ്ങനെ റീറ്റെയിൽ മാർക്കറ്റിൽ എല്ലാം തന്നെ വരുന്നുണ്ട്. മലയാളികൾക്ക് ഓണം അതിൻ്റെതായ രീതിയിൽ അതായത് ഒന്നും മിസ് ചെയ്യാതെ ആഘോഷിക്കാന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇങ്ങനെ മാർക്കറ്റുകളിൽ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആവുന്നത്. പക്ഷെ എന്നിരുന്നാലും എല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് കൂടി ഒരു സദ്യ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂക്കൾ ഇടുന്നത്, പായസം ഉണ്ടാക്കുന്നത്, അതൊന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമല്ലേ. അത് ശരിക്കും ഭയങ്കര ഒരു സംഭവം. കാരണം നമുക്കറിയാം, നമ്മളിപ്പം ഇവിടെ ഇപ്പം നമ്മൾ UK-ലാണല്ലോ. UK-ലാകുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഓണം ആഘോഷിച്ച കാര്യം പറയുന്നു, ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞു, അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ഇപ്പോൾ വാഴയിലയുടെ കാര്യം തന്നെ നമുക്കറിയാം. പണ്ട് നമ്മൾ ശരിക്കും വാഴയില ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം നമുക്കറിയാം പേപ്പറിന്റെ വാഴയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും കാലഘട്ടത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇതെല്ലാം ട്രഡീഷണൽ ആയിരുന്നു. പിന്നെ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ലോകത്ത് എവിടെയാണെങ്കിലും, എന്റെ ദൈവമേ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞ, ലോകത്ത് എവിടെയാണെങ്കിലും നമുക്കിപ്പോ ഓണം ആഘോഷിക്കാം തീർച്ചയായിട്ടും. പിന്നെ സദ്യയുടെ കാര്യം പറയുമ്പോൾ സദ്യയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. നമുക്കറിയാം, അതിനകത്ത് കായ വറുത്തത്. അത് ശരിയാട്ടോ. സദ്യ എന്ന് പറയുമ്പോൾ നമ്മള് ഭക്ഷണം അങ്ങനെ, അതായത് പ്രോപ്പർ കുക്ക് ചെയ്യുന്ന ഫുഡ് മാത്രം പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. പക്ഷെ നമ്മൾ ഇല്ലേ, ഈ സദ്യ എന്ന് പറയുമ്പോൾ ചിപ്സ് തുടങ്ങിയിട്ട് അതാണ് ആദ്യം വിളമ്പുന്നത് അല്ലേ. ആദ്യം വിളമ്പും ഉപ്പ് അത് നോർമലി വിളമ്പും. പക്ഷെ നമുക്ക് കായ വറുത്തത്, ശർക്കര വരട്ടി, അതുപോലെ തന്നെ പിക്കിൾ ഐറ്റംസ്, അച്ചാറുകള്, നാരങ്ങ, മാങ്ങ, അങ്ങനെ ഒരുപാട് അച്ചാറ്, പിന്നെ കിച്ചടി, പച്ചടി, പരിപ്പ്, സാമ്പാർ, അവിയല്, അങ്ങനെ ഒരുപാട് അവസാനം പപ്പടം, പഴം, പായസം. അല്ല, ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഈ സദ്യ കഴിക്കുന്നതിനേലും സന്തോഷമാണ് നമ്മൾക്ക് ഇത് എല്ലാരും കൂടെ കൂടി ഉണ്ടാക്കുന്നത് അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ആരെങ്കിലും കഴിച്ച് അവർക്ക് ഒരു തൃപ്തി വരുന്ന ഒരു ഫീല്, അത് ഒരു സ്പെഷ്യൽ ഫീൽ. അത് ഭയങ്കര ഫീലാണ്. പക്ഷെ എനിക്ക് ചിരി വരും. കാരണം ഇതിൽ ഞാനിപ്പോ പറഞ്ഞ ഏതെങ്കിലും ഒരു ഐറ്റം ആശനം ഉണ്ടാക്കാറിയാമോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കാൻ അറിയാ എന്നുള്ളതാണോ അവിടെ കാര്യം? നമ്മൾ എല്ലാരും കൂടെ കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് നമ്മൾ പറയുന്നത് വീടിനടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ഓണസദ്യയെ പറ്റിയാണ്. ഇനിയിപ്പോ ശ്രീ തന്നെ ആലോചിക്കാം, എനിക്കിപ്പോ ഓണസദ്യ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാന്ന് വെക്കാം. അറിഞ്ഞൂടാന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാന്ന് വെക്കാം. പക്ഷെ ഞാൻ ഓണത്തിന് ശ്രീനെ ഇൻവൈറ്റ് ചെയ്തേക്കാം വീട്ടിലേക്ക്. എന്നിട്ട് ഞാൻ ആ ഒരു എഫേർട്ട് എടുത്ത് ഓണ സദ്യ ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന സദ്യക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ലേ? അല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാവോ ഇല്ലയോ അതൊന്നും അവിടെ പ്രസക്തിയുള്ള സംഭവമല്ല. അല്ല, ഞാനൊന്നും ആഷിനോട് ചോദിച്ചിട്ടുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് സ്പെഷ്യലാണ് ഓണസദ്യ. ഇപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഓണസദ്യ കിട്ടും. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതി. പണ്ട് നമ്മൾ വീട്ടിലിരുന്ന് എന്താ എല്ലാ പച്ചക്കറികളും വാങ്ങി തലേദിവസം മുതൽ പ്രിപ്പയർ ചെയ്ത്. പക്ഷെ ഇത് പറയുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്, നമ്മുടെ കല്യാണരാമല്ലേ, ശരിക്കും അതൊരു കല്യാണ വീട് കാണിക്കുന്നത്. പക്ഷെ അതേ ഒരു ഫീലാ ശരിക്കും എല്ലാവരുടെ കൂടിക്കൊണ്ട് എല്ലാവരും കാണിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ എന്താ ചെയ്യണേ, ഇപ്പം നമുക്കറിയാം എറണാകുളം പോലെ സിറ്റി, കൊച്ചിയിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം എൻ്റെ അമ്മാവന്റെ വീടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെയ്യുന്നത് ചിലപ്പം രാവിലെ വിളിച്ച് പറയുമോ ഹോട്ടലിലേക്ക്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ നമുക്ക് ഓണസദ്യ വീട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡി. അപ്പൊ അങ്ങനെ ഓണം ഇൻസ്റ്റന്റ് ആയ ഒരു കാലവും കൂടി അത് പറയാതിരിക്കാൻ വയ്യ. അത് ശരിയാ, തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാ. കാരണം പ്രവാസികളായ നമ്മൾ കുറച്ചും കൂടെ അതൊക്കെ എന്താ പറയുന്നത്, ഇത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അസോസിയേഷനിലൊക്കെ എല്ലാരും കൂടി ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അത് ശരിക്കും ആ ഒരു യൂണിറ്റിയാണ് ശരിക്കും ഓണത്തെ ഓണമാക്കുന്നത്, സദ്യയെ സദ്യയാക്കുന്നത് അല്ലെ. എന്തായാലും ഇപ്പൊ ഫുഡിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയിൽ നിന്നും നല്ലൊരു അടിപൊളി ഫുഡിന്റെ കിടുക്കൻ സോങ് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം ഗൈസ്. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആകർഷിക്കൂ. ചോറ് നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, നില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ വലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരത്തുന്ന മനപായസം.
വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ. വരിക്കപ്പൊൻ ചക്കയുടെ മടല് കൊത്തി നറുനറെ അരിഞ്ഞിട്ടങ്ങൂട ചൊരുക്കി പാഴുക്കപ്ലാവില കൊണ്ട് കയ്യിൽ കുത്തി ചൂടുകഞ്ഞി കുടിക്കുമ്പോൾ വിയർപ്പാറ്റാനടുത്തുവായോ. പത്തിരി താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ. പകിട്ടാർന്ന പൂക്കളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കാൻ ചെറിയ ചെറിയ കുസൃതികളും ഒട്ടേറെ വിശേഷങ്ങളുമൊക്കെയായി ആർപ്പുവിളികളോടെ ലണ്ടൻ മലയാളം റേഡിയോയും നിങ്ങൾക്കൊപ്പം ചേരുകയാണ്. മാവേലി ലണ്ടനും ഈ സീൻ കുറച്ച് വെറൈറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഓണനാളുകളിൽ മഞ്ഞിന്റെ നൈർമല്യമുള്ള നോക്കത്താ ദൂരത്തു നിന്നും തുമ്പയും തൊടികളും ഓണനിലാവും ഒക്കെ മിഴിവേകുന്ന മലയാളക്കരയിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഞങ്ങളും എത്തുകയായി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ. ഞാൻ RJ കാവ്യ. പൊന്നിൻ ചിങ്ങത്തിലെ ഈ ഓണം സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും നന്മ നിറഞ്ഞതുമാകട്ടെ. ഈ ഓണനാളുകളിൽ എലമാറിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലൂടെ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നോ മധുരം തന്നോ. ഞാൻ RJ ശ്രീ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ ഈ ഓണം ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. ഞാനുമുണ്ടാവും സിനിമാ കഫേയിലൂടെ ഓണനാളിൽ നിങ്ങളോടൊപ്പം. ആശംസകളിലെ കുറുമ്പിനും കുസൃതിക്കും മാറ്റുകൂട്ടാൻ ഒരു പൂക്കാലം കൂടി വന്നു കഴിഞ്ഞു. മനസ്സ് നിറയെ ആരവവും ആർപ്പുവിളികളോടും കൂടി ഈ ഓണക്കാലം ഒരു ആഘോഷമാക്കാൻ ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം ആശംസനുമായി. ഈ ഓണത്തിന് നാവിൽ വെള്ളം മൂടുന്ന നല്ലൊരു വിഭവമാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത്. രുചിക്കൂട്ട്. ഇത് ഓണത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഇതാണ് എന്റെ വക എല്ലാവർക്കും ഓണത്തിന്റെ സ്പെഷ്യൽ. ലണ്ടൻ മലയാളം റേഡിയോയിലൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഞാൻ RJ അനു. ഈ ഓണത്തിന് ഞങ്ങളും എത്തുന്നു രസകരമായ വിശേഷങ്ങളും മനോഹരങ്ങളായ ഗാനങ്ങളുമായി നിങ്ങളുടെ സ്വന്തം കോക്ടെയിലിൽ RJ റിഹാൻ, RJ ജാനകി. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് ലണ്ടൻ മലയാളം റേഡിയോയിൽ ഞാനും ഉണ്ടാകും നിങ്ങളുടെ സ്വന്തം RJ മീനു അത്ഭുത ദീപമായി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ലണ്ടൻ മലയാളം റേഡിയോയുടെ ഓണാശംസകൾ. തുമ്പികളും തുമ്പപ്പൂക്കളും ഇല്ലാതെ എന്തോണം. ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ LMRൽ ഇത്തവണ ഓണത്തുമ്പികളായി ഞങ്ങളും. We are the Sathyan Sisters. ഞാൻ സൂര്യ. ഞാൻ സാരംഗി. ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം മോനി. തുമ്പയും തുളസിയും മുക്കുത്തിപ്പൂവും കൊണ്ട് പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ചിങ്ങമാസത്തിലെ ഈ പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം. ആ പഴയകാല ഓർമ്മകൾ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഞാനും എത്തുന്നു നിങ്ങളോടൊപ്പം ബട്ടർഫ്ലൈസിലൂടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം RJ കണ്ണൻ രാമചന്ദ്രൻ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ഓണനാളുകളിൽ ഞാനും ഉണ്ടാകും നല്ല ഓണത്തിന്റെ ഓർമ്മകളുമായി നിങ്ങളോടൊപ്പം നമ്മളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാന്യ ശ്രോതാക്കൾക്ക് ഓണവിശേഷങ്ങൾ പങ്കുവെക്കുവാനും ഓണത്തെ പറ്റിയുള്ള കത്തുകൾ അയക്കുവാനും അമ്മിണിക്കുട്ടിയോട് സംസാരിക്കുവാനും അവസരമൊരുക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി നിങ്ങളുടെ സ്വന്തം RJ സ്മിത. എല്ലാവർക്കും നമസ്കാരം ഇട്ടകടിയോള്. നമ്മുടെ ലണ്ടൻ മലയാള റേഡിയോയിലൂടെ ഞങ്ങൾ ഈ ഓണത്തിന് അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു അടിപൊളി പ്രോഗ്രാം ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അതെന്തുട്ട അടിപൊളി പ്രോഗ്രാം. നമ്മുടെ കലാഭമണിച്ചേട്ടന്റെ കുറച്ച് നാടൻ പാട്ടുകളും
ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോ കേൾക്കാൻ മറക്കണ്ട കുട്ടികളെ. ഡേവിസ് ചുങ്കത്തും സന്തോഷ് കുമാറും കൂടി ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരു ഓണവിരുന്ന്. എന്നാ പിന്നെ തുടങ്ങല്ലേ. പോയ കാലത്തെ ഓണസ്മരണകൾ അയവിറക്കിയും ഇന്നത്തെ ഓണം മധുരം നുണഞ്ഞ് വരവേറ്റും വരും കാലത്തിലെ ഓണം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയും നമുക്ക് ഈ ഓണാഘോഷങ്ങൾക്ക് തിരികൊളുക്കാം. അപ്പോൾ കേൾക്കാൻ മറക്കരുത് ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് ഓൺ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. This program is sponsored by Soyam Properties, East Ham, London. വെൽക്കം ബാക്ക് ടു ആശിങ്ഷൻ എവരിവൺ. യു ആർ ലിസണിംഗ് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. യെസ്. അപ്പൊ നമ്മൾ ആഘോഷിച്ചിരിക്കുന്നത് നമ്മളുടെ ഉത്സവമായ കേരളീയരുടെ ഉത്സവമായ ഓണാണ്. അപ്പോ നമ്മൾ കുറച്ചു മുമ്പ് പക്ഷേ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാനും അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കേട്ടെ. ചെണ്ടകൊട്ടല്ലേ ശ്രീ അത്? ശരിക്കും? അയ്യോ, ചെണ്ടകൊട്ട് എന്തൊരു ഫീലല്ലേ ചെണ്ടകൊട്ട് കേൾക്കുമ്പോഴ്. അതെ, അത് ചെണ്ടകൊട്ട് തന്നെയാ. ഓ, ഈ ചെണ്ടകൊട്ടിനെ പറ്റി പറയാതിരിക്കാൻ വയ്യട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് ഡപ്പാങ്കുത്ത് പാട്ട് കേട്ടാലും അനങ്ങാത്തവര് ചെണ്ടകൊട്ടൊന്ന് കേട്ടാ ഒരു നല്ല ശിങ്കാരി മേളം കേട്ടുകഴിഞ്ഞാ ഉറപ്പായിട്ടും തുള്ളിയില്ലെങ്കിലും ഒന്നൊന്ന് കാലും കൊണ്ട് കൈ കൊണ്ട് ഒന്ന് താളം പിടിക്കാതെ ഒരു മലയാളിയില്ല. ഇനിയിപ്പോ ഒരു വിദേശത്തു നിന്ന് ആളുകൾ വന്നാൽ തന്നെ നമ്മള് ചെണ്ടകൊട്ട് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. എത്ര പേരാണ് അമ്പലങ്ങളിൽ പോയി കാണുന്നത്. അതുപോലെ ഉത്സവങ്ങളിലല്ലാതെ തന്നെയും ചെണ്ടകൊട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വിദേശികൾക്ക് വേണ്ടിട്ട് ചെയ്തു കൊടുക്കാറുണ്ടല്ലേ. പക്ഷെ ഇപ്പൊ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, പണ്ട് നമ്മൾ ചെണ്ടകൊട്ട് ആസ്വദിക്കാൻ പോകുമ്പോഴേ ഈ പുരുഷന്മാര് മാത്രമായിരുന്നു കൊട്ടിക്കൊണ്ടിരിക്കാറുള്ളൂ. ഇപ്പൊ നമ്മൾ മറ്റേ ടെക്സ്റ്റൈൽസിന്റെ അല്ലെങ്കിൽ ജ്വല്ലറിയിലൊക്കെ ചെന്ന് കഴിയുന്ന സമയത്ത് അവിടെ എന്താ പറയുക, സ്ത്രീകളുടെ സുന്ദരികളായ സ്ത്രീകള് അവര് യൂണിഫോം ഒക്കെ. ചെണ്ടകൊട്ട് കാണാനാണോ അതോ സ്ത്രീകളെ കാണാനാണോ നിങ്ങൾ പോകുന്നത്? അല്ല, സ്ത്രീകളെ കാണാനെന്നല്ല ഞാൻ പറഞ്ഞ, അവര് എന്താ പറയുക വളരെ മനോഹരമായിട്ട് ശിങ്കാരിമേളൊക്കെ ചെയ്യും. എനിക്ക് മനസ്സിലായി. അപ്പോ സ്ത്രീ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇപ്പൊ അവര് ശിങ്കാരിമേളം നടത്തുവാണെങ്കിൽ നമുക്ക് 14 സെക്കൻഡ് കൂടുതൽ നോക്കാൻ പറ്റില്ല. അത് ശരിയാ, അതൊരു സംഭവം തന്നെയാ ആക്ച്വലി. ശരിയാട്ടോ, ഞാൻ ശ്രീ പറഞ്ഞ ശരിയാ. നേരത്തെ ചേട്ടന്മാര് മാത്രം ആടിത്തുള്ളി ചാടി. ഞങ്ങള് പള്ളിപ്പെരുന്നാളിനാണെങ്കിൽ കൂടെ ഒരുപാട് പേര് ചെണ്ടകൊട്ടില്ലാത്തൊരു പെരുന്നാളില്ല. അപ്പൊ പിന്നെ ഓണത്തിന് ചെണ്ടകൊട്ടില്ലാത്ത ഒരു അവസ്ഥ പറയണ്ടല്ലോ. പറയാൻ പറ്റില്ല. കാരണം അത് കേരളീയരുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. സത്യം, തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെ. ഈ ചെണ്ടകൊട്ട് കേൾക്കുമ്പോൾ നമ്മളുടെ എന്താ പറയാ ഒരു പ്രത്യേക എനർജി അല്ലേ ശ്രീ? തീർച്ചയായിട്ടും. അതിപ്പോ നമ്മുടെ ഇവിടെ ഉണ്ട്, ഇവിടുത്തെ അസോസിയേഷന്റെ ആഘോഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ നമ്മൾ കുറച്ചു നാളായപ്പം ഇവിടെ വന്ന പല ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ചെണ്ടകൊട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇപ്പോ. എന്തായാലും വാ, നമുക്ക് ചെണ്ടകൊട്ടൊന്ന് കേട്ടിട്ട് വരാം. നമുക്കൊന്ന് എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം അല്ലേ അത് കേട്ടപ്പോ. വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ ശ്രീ? ഓ, ചെണ്ടകൊട്ട്. ഓ, അത് ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയപ്പോ പെരുന്നാളിന് പോയിട്ട് ഞാൻ ചെണ്ടകൊട്ടിന്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന സമയത്ത് എല്ലാ മാസം ഫുള്ളും ഇതന്നെ കണ്ടോണ്ടിരിക്കായിരുന്നു. എല്ലാ ദിവസവും ഈ ചെണ്ടകൊട്ട് കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുള്ളായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത്രയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് അല്ലേ ചെണ്ടകൊട്ട് കാണാന്നുള്ളത്. എന്തായാലും അപ്പോ നമ്മള് ചെണ്ടകൊട്ട് കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? നമ്മൾക്ക് ക്രിസ്മസിന് 10 ദിവസം അവധി കിട്ടും, ഓണത്തിന് 10 ദിവസം അവധി കിട്ടും. പക്ഷെ ഈ ഓണത്തിന് 10 ദിവസം അവധി കിട്ടുമ്പോൾ വല്ലാത്തൊരു ഉത്സാഹമാണ് എല്ലാ കുട്ടികൾക്കും. കാരണം എന്താ, ഓണക്കളികൾ അത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓണത്തിന് സ്പെഷ്യലായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല കളികളുണ്ട് ഇല്ലേ ശ്രീ? തീർച്ചയായിട്ടും. ഈ ഓണക്കളികൾ എന്ന് പറയുമ്പോൾ അത് ഫ്രം ഈ നമ്മൾ പറഞ്ഞ ഓണത്തല്ല്, അതുപോലെ തന്നെ തിരുവാതിര കളി, ഇതൊക്കെ കൂടാതെ പുലികളി. ഭയങ്കര എനിക്കറിയില്ല ഈ ഓണവും പുലികളിയും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്ക് ഒരു കണക്ഷനും ഒരു ലിങ്കും കിട്ടുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? കേരളത്തിന്റെ ട്രഡീഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കഥകളി, അതേപോലെ ഈ പുലികളി, ചെണ്ടകൊട്ട്, അങ്ങനെ. പിന്നെയുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നു യാഷ്, നമ്മുടെ വള്ളംകളി. ഓ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ വടക്കേ കടവില് ഇന്ന് വള്ളംകളി വരണം എന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. നമുക്കത് അവിടെ വരെ പോയിട്ട് നോക്കിയാലോ? തീർച്ചയായിട്ടും. വള്ളംകളി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് പോയി കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. അത് ശരിയാ. ഈ വടംവലി പോലെ തന്നെ കേരളീയർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ വള്ളംകളി അല്ലെ? ഭയങ്കര ആവേശം, ഒരു രക്ഷയില്ല. ഓണത്തിന് ഒരുപാട് കളികളുണ്ട്. അതിന്റെ ഒരു പാട്ടാണ് വള്ളംകളി എന്ന് പറയുന്നത്. അതുപോലെ ഈ പുലികളി എന്ന് പറയുന്നത്. ശരിക്കും പുലികളി കാണാത്തപ്പോഴും അവസരമൊന്നും കിട്ടാറില്ല. പക്ഷെ പല സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു സിനിമ പറഞ്ഞ സിനിമാ കഫേ മുതലാളി, ഈ പുണ്യാളൻ അഗർബത്തി
എന്ന് പറഞ്ഞ സിനിമ. അത് തന്നെ. പുല്യാളൻ അഗർബത്തി എന്ന സിനിമയില് ആക്ച്വലി ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് കലകളെ പറ്റിയിട്ടും അതായത് കളികളെ പറ്റി കാണിച്ചുകൊണ്ട് ഒരു പാട്ടാണത് അല്ലേ? എനിക്ക് പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഈ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കളികളുണ്ട്. ഈ കളികളെല്ലാം ഇപ്പൊ വരുന്നത് ഓണക്കളികളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പല ഫംഗ്ഷൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ആഷിനറിയോ? ആഷ് എറണാകുളംകാരിയല്ലേ? ആഷിനറിയാമോ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം? അത്തം ദിവസത്തില് തൃപ്പൂണിത്തുറയിലുള്ള വലിയൊരു ഘോഷയാത്രയാണ് ഈ അത്തച്ചമയം. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ. ജലഘോഷയാത്ര? ജലഘോഷയാത്രയല്ല, അത് റോഡിലൂടെ ഉള്ള ഒരു ഘോഷയാത്ര. അന്നായിരിക്കണം. അപ്പോ ഇങ്ങനെ ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്തിട്ട് സംഭവം. ഇപ്പൊ ഈ പറയുന്ന പുലികളി ഉണ്ടാവും. അതിനകത്ത് ഒരുപാട് കേരളത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഈ പറയുന്ന കയ്യാങ്കളി, ഇതിന്റെ എല്ലാ സംഭവങ്ങളും അതിനകത്ത് നമുക്ക് മോഡൽസ്. കയ്യാങ്കളി എന്ന് പറയുമ്പോൾ ഇടിയാണ്. തീർച്ചയായിട്ടും ഇടി. അതായത് രണ്ടുപേരും തമ്മിലുള്ള ഇടിയുടെ സംഭവമാണ് കയ്യാങ്കളി. ഗുസ്തി, അത് തന്നെ സംഭവം. അതുപോലെ കബഡി മോഡലുള്ള കളികളുണ്ട്, തലപ്പന്ത് കളിയുണ്ട്, അങ്ങനെയൊക്കെയുള്ളത് ഓണം കളികളാണ്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഇപ്പൊ നാട്ടിൻപുറത്തൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഘോഷയാത്രകളിലൊക്കെ ഇത്തരം കളികളും സംഭവങ്ങളും. പിന്നെ അത് തീർച്ചയായിട്ടും പറയാൻ പറ്റുള്ളൂ. അയ്യോ, ക്ലബിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഓർത്തെ, അവന്മാർ എന്നെ പൂ മേടിക്കാൻ പറഞ്ഞു വിട്ട. മിക്കവാറും എന്റെ കാര്യം തീരുമാനം. 2 മിനിറ്റുകളിൽ നിന്ന് നമുക്ക് ഈ പരിപാടി അങ്ങൊരു ആഘോഷമാക്കിയിട്ട് ഒരു കലാശക്കൊട്ടും കൊട്ടിട്ട് അങ്ങ് പോയേക്കാം. അല്ല, ഈ ക്ലബിന്റെ കാര്യത്തിൽ ഞാൻ വേറെ കാര്യം പറയാൻ വന്നത്, ഈ നമ്മൾ പറഞ്ഞ പൂക്കള മത്സരമുണ്ട്. ഇപ്പൊ വേറെ ഒരുപാട് കളികളല്ലേ ക്ലബിൽ നടക്കുന്നത്. അതായത് കുട്ടികൾക്കുള്ള മിഠായി വർക്കല്, മറ്റേ ചാടി ബൺ കടിക്കുന്ന സംഭവം, സൂചിയിൽ നൂൽ കോർക്കല്, സുന്ദരിക്ക് പൊട്ടുകുത്ത്, സൈക്കിൾ റേസ്, അങ്ങനെ ഒരുപാട് ഓട്ട മത്സരമൊക്കെ ആയിട്ട് ക്ലബുകളിലാണ് ശരിക്കും ഇപ്പൊ ഓണാഘോഷം. അത് ശരിയാണ്, ക്ലബുകളിലും അതുപോലെ തന്നെ. ഇവിടെ പറയുകയാണെങ്കിൽ UK, നമ്മൾ UK പറയുകയാണെങ്കിൽ ഇവിടെ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമല്ല, ക്രിസ്മസ് അല്ല, എല്ലാം, വിഷു അങ്ങനെയുള്ള എല്ലാം നമ്മളെ നാട്ടില് സെലിബ്രേറ്റ് ചെയ്യാത്തത് പോലും ഇവിടെ നമ്മള് അതിന്റെ ഇതൊരു ഭയങ്കര ഒരു ആഘോഷമാണല്ലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട് മിസ് ചെയ്യുന്ന കാരണം തീർച്ചയായിട്ടും നമുക്കത് ഇപ്പോഴാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഓണം അത്ര ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ശരിക്കും ഫീൽ ചെയ്യാം. അത് നമ്മൾ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഈ ദുബായിലുള്ള പ്രവാസികള്, എന്താ പറയുക, മിഡിൽ ഈസ്റ്റിലുള്ളവര്, അങ്ങനെ പ്രവാസികളാണ് ശരിക്കും ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ഓണം മാത്രമല്ല, എല്ലാ ഉത്സവങ്ങളും ഉത്സവമാക്കുന്നത് ഇന്ന് പ്രവാസികൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ഒരു നല്ല ഓണപ്പാട്ട് വെക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആഘോഷിക്കൂ, ആസ്വദിക്കൂ. പട്ടം കെട്ടി തലയാട്ടും കൊമ്പന്റെ വമ്പപ്പും ചുണ്ടൻ വള്ളം തിരകേറി പായുന്നേ. വഞ്ചിപ്പാട്ടുണ്ടേ, ഇവിടെ വെട്ടിത്താളം കുത്താം, കുഞ്ചക്കാറ്റുണ്ടേ, തിത്താരോ കൊട്ടാം. അണിയത്തെ ചീറും വെള്ളത്തിൽ നേരാകെ പൂവായി മൂടട്ടെ, അവനത്തെ പങ്കായത്തുമ്പിൽ വെയിലോളം തട്ടിപ്പാടട്ടെ. കുതികുത്തിച്ചുണ്ടൻ ഇവനൊരു കുതിരക്കുട്ടപ്പൻ, പടനടുവിൽ പൊടികെട്ടും തക്കിട തരികിടതോ. പണ്ടത്തെ കാലം മേലാളൻ കീഴാളെല്ലാമല്ലേ. തമ്പ്രാനും പോയി, ചാത്തനും പോയി, ഇന്നാളും നാം ഒന്നും നോക്കുന്നില്ലേ. അന്നൊക്കെ ആറ്റിൽ ചെറുവള്ളം, പിന്നെ പണിഞ്ഞു നെടുചുണ്ടൻ. പമ്പയിൽ അവനൊരു ജലരാജാവായി കമ്പമിണക്കി ജയിച്ചു കുതിച്ചൊരു പുതുചരിതം തിരകളിലെന്നെഴുതിയ തിത്തിത്താരാതിത്തൈ. This program is sponsored by Soyam Properties, East Ham, London. Welcome back to the Onam special episode of Ashinction everyone. You were listening London Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഓണമാക്കുന്നതും ഓണം ഒരു ആഘോഷമാക്കുന്നതും മീഡിയാസ് ആണ്. നമ്മൾക്കറിയാം അല്ലെ? നമ്മൾക്ക് ഒരു ഓണം ആകുന്നതിന് മുമ്പ് തന്നെ ഓണത്തിന്റെ ഒരു ഫീല് തരുന്നതും, അതുപോലെ തന്നെ നമ്മൾ കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസിന്റെ കൂടെ നമ്മൾക്ക് ഓണം ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടുന്നതും എന്നൊക്കെ, അതിനൊക്കെ കാരണം മീഡിയാസ് ആണ്. ഈവൻ റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും. ടെലിവിഷനെ പറ്റി പിന്നെ പറയേണ്ടത് ദ ഗ്രേറ്റസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ് മീഡിയ അല്ലെ?
അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓണം സെലിബ്രേഷൻ ഒരു ഗംഭീര സെലിബ്രേഷൻ ആക്കാനായിട്ട്. ഈ മീഡിയയില് ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ് നമ്മളുടെ മണിച്ചേട്ടൻ. തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പോൾ ആഷു പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരുവാണ്. ഇന്നിപ്പോൾ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം റെഡി ആയിട്ട് വീട്ടിലെ സ്വീകരണ മുറിയിൽ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. അതിനകത്ത് എത്ര വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളാണ് വരുന്നത്. സത്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടി വി തന്നെ ഇരിക്കാൻ തോന്നും അല്ലേ. ബ്ലോക്ക് ബസ്റ്റർ ഓണം മൂവീസ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരുപാട് ഓണപ്പാട്ടുകള്, ഓണക്കളികള്, പിന്നെ എന്താ പറയുന്നത് കുറെ ഫെസ്റ്റിവലിന്റെ അഭിമുഖങ്ങള്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. അതൊരു രസകരമായ സംഭവമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞത് വലിയൊരു സംഭവമാണ് പറഞ്ഞത്. എന്താ നമ്മുടെ മണിച്ചേട്ടന്റെ കാര്യമല്ലേ ആഷു പറഞ്ഞത്? തീർച്ചയായിട്ടും. കാരണം മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് മണിച്ചേട്ടൻ നിറഞ്ഞു നിൽക്കുമായിരിക്കും അല്ലെ, ഓണപ്പാട്ടുകളായിട്ടോ ഓണക്കളികളായിട്ടോ. അയ്യോ മണിച്ചേട്ടൻ ഇല്ലാത്തൊരു ഓണം, അത് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോഴേ ഈ ചില സെലിബ്രിറ്റീസ് ഒക്കെ എന്തോ ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ട് പല കാര്യങ്ങളും അവർ പറയാറുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്കാലത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ ഓണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിലതെല്ലാം ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിരുന്നു മണിച്ചേട്ടൻ. ജീവിതത്തിൽ നിന്ന് അല്ലെ, സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് അഭിനയിച്ച് പാടി അല്ലെ, എല്ലാം കൊണ്ടും തന്നെ ഒരു ഈ വർഷത്തെ ഓണത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചേട്ടൻ. ശരിക്കും ഓർക്കുമ്പോൾ തന്നെ കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം ഇല്ലാതായ പോലെയാണ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ചില ഓണക്കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ്റെ കൂടെ ഇന്ന സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഷാപ്പിൽ പോയ സമയത്ത് പാട്ടുകളൊക്കെ പാടുമ്പോൾ ശരിക്കും എന്താ പറയണേ റിയലി ടച്ചിങ്. ആഷിനറിയാം മറ്റേ ഉമ്പായി കുച്ചാണ്ടി എന്നൊക്കെയുള്ള പാട്ടൊക്കെ എത്ര രസകരം. വയല പൊട്ടിച്ച് അതുപോലെ തന്നെ ശ്രീ നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ആളാ. നമ്മുടെ ആ ഒരു ചിരി ഒന്ന് എല്ലാവർക്കും വേണ്ടി പ്ലീസ് ശ്രീ. ഞാൻ അതൊന്നും ചെയ്യാനൊന്നുമില്ല. എങ്കിലും മണിച്ചേട്ടന്റെ ചിരി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയണേ നമ്മളെ എല്ലാവരെയും ചിരിപ്പിച്ച നമുക്ക് ഇത്രയധികം സന്തോഷം തന്നെ ആ മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അതിപ്പോ എനിക്ക് അറിയോ ഇല്ല എന്നുള്ളതൊന്നുമല്ല, മണിച്ചേട്ടന് വേണ്ടി അടിപൊളി ശരിക്കും അല്ലെ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഒരു മണിച്ചേട്ടന് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഇന്നിപ്പം നമ്മൾ മണിച്ചേട്ടനെ കുറിച്ച് അല്ല നമ്മൾ പറഞ്ഞേ, ഇപ്പൊ ഒരു നല്ല മണിച്ചേട്ടൻ്റെ അതിപ്പോ എനിക്ക് ഫിലിം സോങ് ആവണമെന്നില്ല കേട്ടോ, നല്ലൊരു പാട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാമോ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. അത് എനിക്കും കേൾക്കാൻ ആഗ്രഹമുള്ള, എന്തോരം കേട്ടാലും മതി വരാത്ത, അതുപോലെ നമ്മളുടെ ലിസണേഴ്സിന് ആ സെയിം ഫീലിംഗ് ആയിരിക്കുന്നത് ഐ നോ. സോ നമുക്ക് എന്തായാലും മണിച്ചേട്ടന്റെ ഒരു നല്ല പാട്ട് തന്നെ ഇപ്പൊ കേൾക്കാം. Stay tuned with Land Malayalam Radio. ആസ്വദിക്കൂ, ആകർഷിക്കൂ. ചാലക്കുടി എന്ന നാടിന്റെ പേരാണ്, ചേലും വെടുപ്പുള്ള നാടാണ്. ചാലക്കുടി വഴി പോകുന്നവരെല്ലാം കുടിച്ചാലും പേരൊക്കെ ചാലക്കുടി. കല്യാണം കൂടാൻ വരുന്നവർക്കെല്ലാം ചാലക്കുടിന്ന് കുടിക്കണമെന്ന്. നാലാം കല്യാണത്തിനായിട്ട് വന്നാലും കുടിയൊക്കെ ചാലക്കുടിന്ന് തന്നെ. തന്ത മരിച്ചാലും തള്ള മരിച്ചാലും കുടിക്കാനായി കൂടുന്നു ചാലക്കുടിയിൽ. കുടിയന്മാർ തമ്മിലടക്കം പറയുന്നു ചാലക്കുടിന്ന് കുടിച്ചാ മതി. മാനം വെടിഞ്ഞാലും മാനം നശിച്ചാലും കുടിക്കാര് വേറെ കുടിയും വേറെ. കുടില് പൊളിഞ്ഞാലും കൂട്ടു പിരിഞ്ഞാലും ചാലക്കുടീന കുടിക്കാൻ രസം. ചാലക്കുടീന്ന് കുടിച്ചിട്ട് പാമ്പായി പാലം കടക്കോളം മാടിയാടിയേ. അക്കര ചെന്നിട്ട് ഇക്കര ചൂണ്ടിട്ട് ചാലക്കുടിയെ വഴി പറയും. മലക്കപ്പാറക്കായി പോകുന്നവരെല്ലാം മലക്കം മറച്ചില് ചാലക്കുടിയിൽ. അതിരപ്പള്ളിയിലെ വെള്ളച്ചട്ടം നോക്കിയ വെള്ളത്തിലല്ലെങ്കിൽ വെള്ളം കാണോ. ചാലക്കുടി എന്ന നാടിന്റെ പേരാണ്, ചേലും വെടുപ്പുള്ള നാടാണ്. ചാലക്കുടി വഴി പോകുന്നവരെല്ലാം കുടിച്ചാലും പേരൊക്കെ ചാലക്കുടി. കാര്യം പോക്കാണേലും നേരം പോക്കാണേലും പറയുന്ന കാര്യത്തിൽ നേരു വേണം. മന്തുള്ള കാലുകൾ വെള്ളത്തിൽ വെച്ചിട്ട് വഴിയെ പോകുന്നതിന് മന്ദയെന്നോ. കുപ്പിയും പാട്ടയും പിറക്കി നടക്കണ ആളുകൾക്കെല്ലാം കണക്കറിയാം. ചാലക്കുടിക്കാര് എത്ര കുടിച്ചെന്ന് കാര്യായ കുപ്പികൾ എണ്ണിയാ മതി. This program is sponsored by Soyam Properties, East Ham, London. നമ്മൾ പറഞ്ഞു വന്നത് ഓണവിശേഷങ്ങളെ പറ്റിയും ആഷ് ജംഗ്ഷനിലെ ഓണക്കാഴ്ചകളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ ആഷ് ജംഗ്ഷനിലുള്ളത് നമ്മുടെ സ്വന്തം സിനിമ കഫേ മുതലാളി RJ ശ്രീ. അത്രയ്ക്ക് വേണോ? നമ്മളൊരു തൊഴിലാളിയാ. തൊഴിലാളി. അപ്പൊ ഈ തൊഴിലാളി നമുക്ക് ഈ മുതലാളിയായ തൊഴിലാളി നമുക്ക് പറഞ്ഞു തന്നു വന്നത്
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ഓണത്തെ പറ്റി പറഞ്ഞു തന്നു, രണ്ടാം ഓണത്തെ പറ്റി പറഞ്ഞു തന്നു. ഇനി അങ്ങ് ഓണം നിരന്ന് പറന്ന് നിവർന്ന് കിടക്കാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ആർജി ശ്രീയിൽ നിന്ന് തന്നെ കേൾക്കാം. ശ്രീ, അപ്പോ എന്താണ് ബാക്കി വിശേഷങ്ങൾ? ഒന്നാം ഓണം പറഞ്ഞു നമ്മള് ഓണപ്പട കൊടുക്കുന്ന കാര്യം. രണ്ടാം ഓണമാണ് തിരുവോണം. ഈ തിരുവോണത്തിന്റെ അന്നാണ് മഹാബലി തമ്പുരാൻ നാട് കാണാൻ വരുന്നത്. അപ്പൊ മഹാബലി തമ്പുരാൻ നാട് കാണാൻ വരുമ്പോ നമ്മൾ രാവിലെ തന്നെ മഹാബലി തമ്പുരാനെ വരവേൽക്കും. അത് വരവേൽക്കുന്നത് നല്ല, അതിന് കുറെ ചടങ്ങുകളുണ്ട്. അതായത് നമ്മൾ എന്താ പറയുന്ന തുമ്പപ്പൂവ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ അരി, അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വരവേൽക്കുന്നത്. മറ്റേ മുറ്റത്ത് പറയൊക്കെ വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ആനയൊക്കെ വരുന്ന ദിവസം. ഇത് പറയൊക്കെ ഇട്ട് ആന വരുന്നത് ഉത്സവമാണോ? അതന്നല്ല, അത് ഇത് ഓണാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആനയൊന്നുമല്ല ഇത്. നമ്മൾ എന്താ പറയുക, അരിപ്പൊടിയൊക്കെ കലക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക മഹാബലി തമ്പുരാന്റെ നമ്മളിങ്ങനെ തടി കൊണ്ടുള്ള തമ്പുരാൻ, അതായിരിക്കും നമ്മൾ മഹാബലിയായിട്ട് വയ്ക്കുന്നത്. ആക്ച്വലി ആന ഓണമായിട്ട് ബന്ധമില്ല അല്ലേ? അപ്പൊ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയില്ലാത്ത ആദ്യത്തെ ഉത്സവമാണ് ഓണം അല്ലേ? എന്റെ ദൈവം, ഇത് എന്തൊക്കെയാ പറയുന്നത്. ഉത്സവം വേറെ, ഇത് ഉത്സവമാണ് ഓണം. പക്ഷെ മറ്റത് ഉത്സവം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെയാണ് ആന വരുന്നത്. ഇത് നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞു. അതായത് നമ്മൾ ഓണത്തിന്റെ തലേദിവസം, ഈ ഒത്രാട് ഓണത്തിന്റെ തലേദിവസം നമ്മൾ അടയുണ്ടാക്കാൻ കേട്ടിട്ടുണ്ടോ? പൂവടയെ പറ്റി ആശി കേട്ടിട്ടുണ്ടോ? പൂവണ്ട അട ഉണ്ടാക്കുവോ? അയ്യോ, പൂവണ്ടല്ല അട ഉണ്ടാക്കുന്നത്, അരിപ്പൊടി ഉപയോഗിച്ച്. അതിന് പൂവട എന്നാണ് പറയുന്നത്. അപ്പൊ ആ അട ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ് അട ഉണ്ടാക്കുന്നെങ്കിൽ അതിന് അരിയട എന്ന് പറയണം. അല്ലാതെ പൂവുണ്ടാക്കുന്ന അടയ്ക്ക് പൂവട എന്ന് പറയുന്ന പോലെ അരി കൊണ്ടുണ്ടാക്കുന്ന അടയ്ക്ക് പൂവട എന്നല്ല പറയണ്ടേ. അത് നമ്മൾ ചിലപ്പോൾ ചില രാജകാര്യങ്ങളൊക്കെ നമ്മൾ പറയാറില്ല, എന്നാ പറയുന്നത്, പള്ളി വേട്ട, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഒരു ഭംഗിക്ക് വേണ്ടി പറയാറില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊരു അതിന്റെ ഒരു ഭംഗിക്ക് അത് വേണ്ടി പറയുന്നത് വേണ്ടിയാണ്. കൂടുതലൊന്നും എനിക്കറിയില്ല കേട്ടോ, പൂവടാന്ന് ഞാൻ കേട്ടേക്കാം. അത് നമ്മൾ രാത്രി തലേദിവസം ഉണ്ടാക്കും. അതായത് ഉത്രാടോണത്തിന്റെ അന്ന് ഉണ്ടാക്കിയിട്ട് രാവിലെ വെളുപ്പാങ്കാലം, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ രാവിലെ തന്നെ ഈ മഹാബലി തമ്പുരാനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തടി കൊണ്ടുള്ളതായിരിക്കും. എന്നിട്ട് നമ്മൾ ആ പൂക്കളിട്ട് അതിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ അരിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലിട്ട് മുമ്പിൽ മഹാബലി തമ്പുരാനായിട്ട് ഈ പൂവട കൊണ്ട് കൊടുക്കും. അതിനുശേഷം തൃക്കാക്കരപ്പൻ്റെ ഇതായിട്ട് വരുന്ന വഴിയിൽ, അതായത് അതാണ് വാമനായിട്ട് കണക്കാക്കുന്നത്, തൃക്കാക്കരപ്പനെ അവിടെയും കൊണ്ടുവരുത്തും. അങ്ങനെ കുറേ ചടങ്ങുകൾ ഇതിനകത്തുണ്ട്. അതാണ് തിരുവോണ ദിവസം നടക്കുന്നത്. ഇനി ഈ തിരുവോണ ദിവസം വന്ന മഹാബലി തമ്പുരാൻ, ഈ നാട് കാണാൻ വന്ന മഹാബലി തമ്പുരാൻ തിരിച്ചു പോകുന്നു. അതായത് തിരിച്ചു പോകുന്ന നമ്മൾ കേട്ടേക്കുന്ന കഥ എങ്ങനെയാ? വാമനൻ വന്നിട്ട് മഹാബലി തമ്പുരാനെ ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക്. കംപ്ലീറ്റ് വെള്ളിയാണല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഭൂമിയുടെ അടിയിലേക്ക്, അതായത് പാതാളത്തിലേക്ക് ചവിട്ടി താർന്നു. ആ പാതാളത്തിലേക്ക് ചവിട്ടി താർന്ന ദിവസമാണ് ഈ തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടോണം കഴിഞ്ഞ് 4ാമത്തെ ഓണം. അതാണ് ചതയോണം എന്ന് പറയുന്നത്. ഈ ചതയോണത്തിന്റെ അന്നാണ് മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താർന്നത്. ഇതാണ് ഈ 4 ഓണത്തിന്റെ പറ്റി പറയുന്ന ഐതിഹ്യം. അപ്പോ ഏകദേശം 4 ഓണവും എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശ്രീ, പല ചൊല്ലുകളുണ്ട് ഓണത്തെ പറ്റി, കേട്ടിട്ടില്ലേ? ഓണത്തിനടക്കാണോ പുട്ട് കച്ചവടം? അല്ല, ഞാനിതിനെ പറ്റി എപ്പോഴും ആലോചിക്കട്ടെ, ഈ ഓണം പുട്ടും ഇത് രണ്ടും അങ്ങ് ലിങ്ക് ആവുന്നേ ഇല്ല അല്ലേ? ശരിയാണ്. ശരിക്കും ആഷിത് എവിടെ കേട്ടെ, നമ്മുടെ മറ്റേ പഴയ ദിലീപിന്റെ നാദൃശ്യയുടെ എക്സാക്ട്ലി അവരതിനെ പറ്റി ഒരു ഷോ, ഒരു കോമഡി ഷോ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ, ഒരു കാസറ്റ്. അത് തന്നെ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞത്. പക്ഷെ അതൊരു വലിയ ചൊല്ല, ഓണത്തിനിടയ്ക്കാണോ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞത്. അത് ശരിക്കും എന്താണെന്നറിയാമോ? ഇപ്പൊ നമുക്കറിയാം ഓണത്തിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്തുവാ? പുട്ട് അല്ല, സദ്യ. പുട്ടല്ല, സദ്യ, ഓണസദ്യ. എന്ത് വാഴയിലയിൽ വിളമ്പുന്ന ആ ഓണസദ്യ. അപ്പൊ ആ ഓണസദ്യയിൽ അച്ചാറ് തൊട്ട് അങ്ങ് പായസം വരെ ഒരുപാട് കൂട്ടങ്ങളുണ്ട്. അത്ര മനോഹരമായ സദ്യ. നമ്മളിങ്ങനെ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് ഓണസദ്യ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഓണസദ്യ, അതായത് സദ്യ കഴിക്കാനിരിക്കുക. ഈ ഓണസദ്യ ഇങ്ങനെ ആശിച്ചു മോഹിച്ച് കഴിക്കാനിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പുട്ടുകൊണ്ട് വന്നാലോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ഓണത്തിനിടയ്ക്കാണ്ടാ നിന്റെ പൂട്ട് കച്ചവടം. അപ്പൊ അങ്ങനെ ഉണ്ടായ കഥയാണ്. അപ്പൊ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും അല്ലെ പുട്ടക്കുളമ്പി? അങ്ങനെയായിരിക്കും. അപ്പൊ ഈ പുട്ട് കച്ചവടം പോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സംഭവമാണ് നമ്മൾ നേരത്തെ ആദ്യം മെൻഷൻ ചെയ്തേ, കാണാൻ പറ്റും ഓണം. പക്ഷെ അതിനകത്തൊരു തമാശ, എനിക്ക് തമാശയെക്കാളുപരി അത് നമ്മുടെ കേരളീയരുടെ ആ ഓണത്തിനോടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആഘോഷം, കേരളത്തിന്റെ ദേശീയോത്സവം. അതുപോലെ തന്നെ ഓണത്തിന് നമ്മൾ പറയുന്നത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, വിളവെടുപ്പ് കാലമാണ് ശരിക്കും. കാരണം ഇതിനു മുമ്പ് വരുന്നത് കർക്കിടക. അപ്പൊ ഈ കർക്കിടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞക്കർക്കിടകം എന്നാ പറയുന്നത്. കഷ്ടപ്പാടുകൾ, അതായത് അസുഖങ്ങളും അതുപോലെ എന്താ പറയുന്നത്, ജോലി, മഴയൊക്കെ പെയ്യുന്ന കാരണം ചിലപ്പോൾ ആളുകൾക്ക് ജോലിയില്ല, കൂലിപ്പണിയൊന്നും ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓണം. അത് എന്താ പറയുന്നത്, ഓണം ശരിക്കും ഒരു പുതുവർഷം കൂടിയാ. നമ്മളുടെ പുതുവർഷ പിറവിയാണ് ചിങ്ങം 1. അപ്പം ആ ഓണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആഘോഷം. അപ്പൊ ഈ ആഘോഷത്തിനകത്ത് ചിലപ്പോൾ അതിനകത്ത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ആളുകളുണ്ട്. ഒരുപാട് പൈസ ഉള്ളവരുണ്ട്, കുറച്ച് പൈസ ഉള്ളവരുണ്ട്, പാവപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ പക്ഷെ എത്ര പൈസ ഇല്ലാത്ത ആളുകളാണെങ്കിലും
എന്ത് വിറ്റിട്ടാണെങ്കിലും അവർ ആ ഓണ ദിവസം ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കും. അവരുടെ ആ വർഷത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡേ ആ ഓണം ബ്യൂട്ടിഫുൾ ഡേ അല്ല, ബ്യൂട്ടിഫുൾ ഡേയ്സ്. ബ്യൂട്ടിഫുൾ ഡേയ്സ് തീർച്ചയായിട്ടും അങ്ങനെ പറയാം. കാരണം ആ ഒരു കാലമായിരിക്കും, ആ ഒരു ഓണക്കാലം, ആ 10 ദിവസം അല്ലെങ്കിൽ ആ ചിങ്ങമാസം, അതാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ആ പഴഞ്ചൊല്ലിന് അതാണ് ശരിക്കും ഒരു അർത്ഥം തോന്നുന്നു. എന്ത് വിറ്റിട്ടാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും. അപ്പൊ ഇനി ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇത് രണ്ടുമാണ് അല്ലെ. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. ഇമെയിലിന്റെ ID @llmarlai.com അല്ലെങ്കിൽ ഫേസ്ബുക്കില് @ഐഡിയില് മെസ്സേജ് ചെയ്തോളാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് വിത്ത് ലാൻഡ് മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ, ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ, മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ്, നിറ പറയണ നിറയട്ടെ കതിര തങ്കാര, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ്, നിറ പറയണ നിറയട്ടെ കതിര തങ്കാര. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ചെണ്ടയും പൂക്കുറുങ്കുഴലും താളമായല്ലോ, വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ, ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ, കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തലയിളക്കി മുടിയാട്ടി, ഉയിരിൻ ഉയിരെ പാടൂ നമ്മളെ നല്ലേ, കതിരെല്ലാം കെട്ടണ് കെട്ട